ഹലോ ഗീസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ലാസ്റ്റ് ഡേ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. ആരാണ് ഇത്തവണത്തെ വിന്നർ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അട്ടിമറിയോട് കൂടിയായിരിക്കും ഇത്തവണത്തെ വോട്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രേക്ഷക സ്നേഹം പിടിച്ചു പറ്റിയ ആൾക്കാരാണ് ഓരോ കണ്ടസ്റ്റൻസും. എന്നാൽ അനീഷ് വിജയിക്കും എന്ന് പറഞ്ഞിരുന്ന നാളുകളായിരുന്നു ഏറെക്കുറെ ദിവസങ്ങളും. ഇപ്പോൾ ഒത്തിരി ദിവസം എന്ന് പറഞ്ഞാൽ റീ എൻട്രി ആയിട്ട് വന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും ഒരേ സ്വരത്തിൽ നമ്മുടെ അനുമോൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ അട്ടിമറിയോടുകൂടി എല്ലാ വോട്ടും അനുവിന് നേർക്കായിരിക്കുകയാണ്. ഇവർ കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അനുമോൾക്ക് എതിരെ, അതായത് അനുമോളുടെ വോട്ട് ഫുള്ളും അനീഷിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെയാണ് എല്ലാവരും അവിടെ മത്സരാർത്ഥികൾ ഓരോരുത്തരും അല്ലെങ്കിൽ റീ എൻട്രി വന്ന കണ്ടസ്റ്റൻറ്റ് എല്ലാവരും പുതിയ സ്ട്രാറ്റജിയും അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് പല രീതിക്ക് കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയതും. എന്നാൽ പുറത്ത് വന്നതും ആ ഒരു വാർത്തയെല്ലാം തന്നെ, അല്ലെങ്കിൽ അനുമോളുടെ കരച്ചിലെല്ലാം തന്നെ അനുമോൾക്ക് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാവരും ഒരേ സ്വരത്തിൽ അനുമോളാണ് നല്ല രീതിയിൽ അവിടെ മത്സരിച്ചതും അതുപോലെ തന്നെ ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിന്നതും അനുമോൾ ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ആരെയും ഫേവറിസം ചെയ്യുന്നില്ല. കാര്യം എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. ഷാനവാസ്ക്ക, അതുപോലെ തന്നെ അക്ബർ, അതുപോലെ തന്നെ നിവിൻ, അനുമോൾ, അനീഷ്, എല്ലാവരും എനിക്ക് ഈക്വലാണ്. ഓരോ ടൈമിലും ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ മനസ്സിലെ ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫൈനലിൽ ആരാവും എന്ന് നമുക്ക് ആർക്ക് പ്രഡിക്ഷൻ ചെയ്യാനോ കഴിയില്ല. കാര്യം ഓരോ പ്രേക്ഷകരും ഓരോ രീതിയിലാണ് കാണുന്നത്. ചിലർ അനീഷിനൊപ്പം നിൽക്കുന്നുണ്ട്, ചിലർ ഷാനവാസിനൊപ്പം നിൽക്കുന്നുണ്ട്, ചിലർ അനുമോൾക്കൊപ്പം നിൽക്കുന്നുണ്ട്, ചിലർ അക്ബറിനൊപ്പം. വാട്ടെവർ എന്തായിക്കോട്ടെ, പക്ഷെ ആരായാലും ഡിസേർവിങ് ആയിട്ടുള്ള പേഴ്സൺ തന്നെ ആയിരിക്കണം ഇത്തവണത്തെ വിന്നർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദില മിഡ് വീക്കിൽ എവിക്റ്റ് ആയത് എല്ലാവരും അറിഞ്ഞാണ്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതുള്ളൊരു എവിക്ഷനായിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ. കാരണം ഒരിക്കലും ബിഗ് ബോസ് ഇങ്ങനെ ലാസ്റ്റ് വീക്കെൻഡിൽ ഇങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ കൊണ്ടുവരും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല, ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദില നൂറ ഒരുപാട് കളികൾ കളിക്കുകയും അവിടെ അനുമോൾക്കെതിരെ കുറേ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പുതിയ സ്ട്രാറ്റജി ഇറക്കുകയും അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കുകയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിയെ വല്ലാണ്ട് അങ്ങ് ഡെസ്പാക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. എങ്കിൽ പോലും നമ്മുടെ അനുമോൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാതെ, ഒരുപാട് ഫൈറ്റിനൊന്നും പോവാതെ, മാക്സിമം സൈലൻ്റായിട്ടും അല്ലെങ്കിൽ കരഞ്ഞും ഒക്കെ തൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുമാണ് അനുമോൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദിലെ പുറത്താക്കുകയും ഫിനാലയിൽ ഫൈനൽ 5 ഒരാളായിട്ട് നൂറ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ നൂറ എവിക്റ്റ് ആയിരിക്കുന്നു എന്നാണ്. എന്ത് കാരണം കൊണ്ടാണ് എവിക്റ്റ് ആയത് എന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും കണ്ടിട്ടുമില്ല, ലൈവിലൊന്നും കണ്ടില്ല. പക്ഷെ എന്തായാലും അറിയാൻ കഴിഞ്ഞത് നൂറ എവിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. എന്തായാലും അത് സത്യമോ കള്ളമോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ നൂറെ എവിക്റ്റ് ആയെങ്കിൽ അത് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒത്തിരി പേർക്ക് സന്തോഷം വരുത്തുന്ന ഒന്നായിരിക്കും. കാര്യം ഒരുപാട് ഡ്രാമ ക്യൂൺസ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അതിലെ നൂറയും കൂടെ ചേർന്ന് പറയാൻ പാടില്ലാത്തതും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നീട് അത് പിണങ്ങുമ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞ് എല്ലാം പോയി പറയുന്നത് നല്ല സ്വഭാവമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആ വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് പിണങ്ങിയാൽ നമ്മളത് പുറത്ത് പറയാതെ നമ്മളത് മനസ്സിൽ സൂക്ഷിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. ഇവിടെ സംഭവിച്ചത് അനുമോളും നൂറയും ആദിലയും നല്ല കട്ട ചങ്ക്സ് ആയിട്ടിരുന്നിട്ട് ഓരോ പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ ഒന്ന് പിണങ്ങിയപ്പോൾ എല്ലാം അനുമോൾ പറഞ്ഞ എല്ലാം കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് പുറത്ത് പറയുകയും ആ ഒരു ടിഷ്യൂ പേപ്പർ, ആ ഒരു നമ്പറിൻ്റെ കേസ് തന്നെ, അതായത് ഫോൺ നമ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി അനുമോൾ കൊടുത്തു. അത് PR-ൻ്റെ നമ്പറാണെന്നും പുറത്ത് ഫേവറിസം അക്ബറിന് കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതില്ലാണ്ടാക്കണമെന്നൊക്കെയാണ് പറഞ്ഞു എന്നാണ് നമ്മുടെ ആദില നൂറ പറയുന്നത്. ബട്ട് നമ്മുടെ
ആരാണ് നമ്മുടെ നൂറ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല സംഭവം, അല്ല നമ്മുടെ അനുമോള് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല സംഭവം, ഇത് എന്താണ് ഞാൻ എൻ്റെ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത്, എൻ്റെ ഫോൺ ചേച്ചിയുടെ കയ്യിലാണ്, ആ നമ്പറാണ് കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. വാട്ടവർ നമുക്കറിയത്തില്ല എന്താണ് സത്യം എന്താണ് കള്ളം എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അനുമോൾ എന്തായാലും ഇത്രയും മണ്ടത്തരങ്ങളൊന്നും അതിനകത്ത് കയറി ചെയ്യത്തില്ല. ഇതുവരെ കളിച്ചെത്തിയ ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. സോ എന്തോ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഡിസേർവിങ് പേഴ്സൺ ആയിട്ടുള്ള ആൾ തന്നെ നമ്മുടെ ഇത്തവണത്തെ സീസൺ 7 ബിഗ് ബോസ് സീസൺ വിന്നർ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. നമുക്കിനി ഒരു ദിവസം കൂടെ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.